ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വേറൊരു ഗെയിമോട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ബ്ലാക്ക് സൈഡാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് സൈഡ് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നു, ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. ഇതിനു മുമ്പ് ഒരു കമൻറ്റ് എനിക്കിങ്ങനെ വന്നു, എന്തോന്ന് മോശം കളിയാടെ ഇതൊക്കെ. ഇങ്ങനെ ആരെങ്കിലും ചെസ്സ് കളിക്കുമോ? ഇത് മോശം കളിയാണ്, ഇത് മോശം കളിയല്ലെന്ന് ഞാൻ എങ്ങും പറയുന്നില്ല. നമ്മൾ ബ്ലണ്ടർ മാത്രമേ കളിക്കൂ. അത് ആദ്യം തൊട്ട് അവസാനം വരെ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം ബ്ലണ്ടർ കളിച്ച് എങ്ങനെ ജയിക്കാം. ഈ നല്ല കളി കളിക്കുന്ന അധികം പേരെ മാത്രമേ ഇവർ കണ്ടിട്ടുള്ളതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കമൻറ്റ് വന്നത്, എന്തോന്ന് മോശം കളിയാടെ ഇതൊക്കെ. ഇങ്ങനെ ആരെങ്കിലും ചെസ്സ് കളിക്കുമോ? അവരോട് എനിക്കൊന്നേ പറയുള്ളൂ, തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ഗോപു അപ്പോൾ കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. കാരണം നമ്മൾ തെറ്റിൽ നിന്നാണ് പഠിക്കുന്നത്. തെറ്റ് ചെയ്യും 100% ഉറപ്പാണ്. ഈ കളി മൊത്തവും നമ്മൾ തെറ്റേ കളിക്കും, പക്ഷെ നമ്മൾ ജയിക്കുകയും ചെയ്യും. ചില കളികൾ തോക്കുന്നു, ചില കളി ഇതിനകത്ത് ജയിച്ച കളി വേണമെങ്കിൽ മാത്രം എനിക്ക് ഇടാം. ഞാൻ അങ്ങനെ ഇടുന്നില്ല. ജയിച്ച കളിയും തോറ്റ കളിയും ഇവിടെ നമ്മൾ ഏത് ടൈപ്പും എടുക്കും. തോറ്റതാവട്ടെ ജയിച്ചതാവട്ടെ, കളിയിലൊരു നല്ല മൂവ്മെൻ്റ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. നല്ല മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ കളി ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കും. തെറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് നമ്മുടെ മാഗ്നസ് കാൾസൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. കാരണം പുള്ളിക്കാരനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. പുള്ളിക്കാരനാണ് ഈ ചെസ് ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരൻ എന്നൊക്കെ ധാരണ പുള്ളിക്കാരനുണ്ടായത്. പുള്ളിക്കാരൻ ബ്ലണ്ടർ കളിക്കത്തില്ല, നമുക്കറിയാമല്ലോ. പക്ഷെ നമ്മളെ ഇന്ത്യൻ താരപ്രജ്ഞാനന്ദ നൈസിന് ഒതുക്കി കൊടുത്തു പുള്ളിയെ. അത് ജസ്റ്റ് എത്ര 18 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ നമ്മുടെ താരത്തിന്. അപ്പം ആരും എപ്പോൾ വേണമെങ്കിലും ബ്ലണ്ടർ കളിക്കാം. ബ്ലണ്ടർ മാത്രം കളിക്കുന്നവരുണ്ട്, അതിൽ പെടുന്ന ആളാണ് ഞാൻ. അത് നമുക്ക് ഈ ഗെയിം ആര് കൊണ്ടുപോകുമെന്ന് നോക്കാം. അവസാനം വരെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. അടുത്തത് സെൻറ്റർ മൊത്തം അവരെ എടുത്തു കേട്ടോ. സെൻറ്റർ പൊസിഷൻ മൊത്തം അവരുടെ പരിധിയിലായി. നമ്മൾ നൈറ്റിനെ കയറ്റി കളിക്കുകയാണ്, ഒരു കാര്യവുമില്ല. അയ്യോ 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 അയ്യോ, ഞാൻ എന്താ കാണാത്ത? അതൊരടിയായിരുന്നു കേട്ടോ. ബ്ലണ്ടർ ഇതാണ് ബ്ലണ്ടറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തീർന്നതേ ഉള്ളൂ. ഞാൻ തന്നെ കാണിച്ചു ബ്ലണ്ടർ. ഒരാവശ്യമില്ലാതെ കൊടുത്തു. എന്തിനാ കൊടുത്തതെന്ന് എനിക്കതിനെ അറിഞ്ഞൂടാ. ഒരാവശ്യമില്ലാതെ കൊടുത്തു. വെട്ടി. അയ്യോ എൻ്റെ മന്ത്രി അടുത്ത ബ്ലണ്ടർ, വീണ്ടും ബ്ലണ്ടർ. പക്ഷെ പുള്ളിയുടെ മന്ത്രിയും പോവും, എൻ്റെ മന്ത്രി എടുക്കത്തില്ലായിരിക്കും എന്ന് വിശ്വസിക്കുക. ഇല്ല, ചെക്കൻ പേടിച്ച് മാറ്റി. നൈറ്റ്, അടുത്ത നൈറ്റിനെ ഇറക്ക്. ഓഹോ, നൈറ്റിനെതിരെ കുഴപ്പമില്ല. നീ നൈറ്റിനെ എടു, ഞാൻ നിൻ്റെ മന്ത്രി എടുക്കാം, ധൈര്യമായിട്ട് എടുത്തോളൂ. ഇല്ല, ഒഴിഞ്ഞു മാറി. ചെക്കൻ നൈസായിട്ട് ഒഴിഞ്ഞു മാറി. അത് എനിക്ക് ചെക്ക് വിളിച്ചൂടെ പറഞ്ഞോള്. തോറ്റില്ല. ഇതാണ് ഈ കളിയുടെ വ്യത്യസ്തത. ആര് ജയിക്കും, എങ്ങനെ ജയിക്കും ഒരു പിടുത്തവും ഇല്ല. ഇതെനിക്കൊരു ചാൻസായിരുന്നു. ഞാൻ ജയിച്ചു എന്ന് ഞാൻ വിചാരിച്ചു പോയി, പക്ഷെ നിർഭാഗ്യവശാൽ പറ്റിയില്ല. അടുത്ത ചെക്ക് കൊടുക്കുക. അടുത്ത ചെക്കിനകത്ത് വീഴോ നടുക്ക് കയറാൻ ഐറ്റംസ് ഉണ്ട്. യെസ്, അങ്ങ് എടുക്കാം. നെക്സ്റ്റ്. ഓഹോ, അത് വേണ്ടായിരുന്നു. വേറൊരു കളി ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ മനസ്സിലായത്. ബോട്ട് കുഴപ്പമില്ല. ചെക്ക്. ഇത് ഇച്ചിരി മുമ്പേ ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ ചെയ്യേണ്ട മൂവ്മെൻ്റ് അല്ലായിരുന്നു. പുള്ളി തടഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കിട്ടുന്ന സാഹചര്യത്തിൽ ഒരാളെ എടുത്തു, അത്രയേ ഉള്ളൂ. അതിന് വരെ കാസ്ലിംഗ് ചെയ്താലും മതിയായിരുന്നു. അവിടെ ഒരു മണ്ടത്തരം കാണിച്ചു. ഈ കാസ്ലിംഗ് ചെയ്ത ഒരു ഗുണം ഉണ്ടായിരുന്നു. ഒരു മൂവ്മെൻറ്റ് പോട്ട് കണ്ടോ. നല്ല സ്ട്രക്ചർ ബിൽഡ് ചെയ്യുക കേട്ടോ, നല്ല സ്ട്രക്ചർ. കാസ്ലിംഗ് ചെയ്യാൻ പുള്ളി ഇരച്ച് കയറിക്കൊണ്ട് വരിക, അടിച്ചിടുമെന്ന് തോന്നുന്നു. ചെക്ക്. അടുത്ത ചെക്ക് വിട്ട്. ധൈര്യം ഉണ്ടെങ്കിൽ വെട്ടറാ. ഈ അവിടെ ഇവിടെയൊക്കെ സാധനത്തെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നു. കുതിരയും വന്ന് ബിഷപ്പും വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
ഓഹോ, പണി കിട്ടി തുടങ്ങി കേട്ടാ. പണി കിട്ടി തുടങ്ങി. എന്തായാലും എടുത്തേക്കാം. ഓഫ്, ഇത് എവിടെ നിന്നൊക്കെ വന്ന് വെട്ടുന്നുണ്ട്. ആർക്കാണ് ആധിപത്യം കൂടുതൽ? ഓഫ് കോഴ്സ് അവർക്ക് തന്നെ. വൈറ്റിന് ഒരു കുതിര എക്സ്ട്രാ ഉണ്ടല്ലേ. കാസ്ലിംഗ് ചെയ്തു. ഇപ്പോൾ ഒരു ചെക്ക് വരുമായിരിക്കും. അതാണ് സ്വാഭാവികമായിട്ടും വരാൻ ചാൻസ്. യെസ്, വന്നു. ചെക്ക് മാറ്റി തേരിനെ നടുക്കൂട്ടെത്തിക്കണം കേട്ടോ. ഇതെന്താ പ്ലാനൊന്നും പിടുത്തവും ഇല്ല. ആര് ജയിക്കും, എങ്ങനെ ജയിക്കും ഒന്നും ചെയ്യാനില്ലല്ലേ. ഒരു ചാൻസ് വന്നു. ചെക്ക്. അടുത്തതിനെ കൊണ്ടുവരുന്നു. ഇതെല്ലാം കൂടെ എവിടെ കൊണ്ടുവരുവാന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. ആ മൂവ്മെൻറ്റ് വേണ്ടായിരുന്നു. പകരം മറ്റേ മന്ത്രിയെ ഇറക്കിയാൽ മതിയായിരുന്നു. അതും മണ്ടത്തരം വീണ്ടും കാണിച്ചു. കൂട്ടവെട്ട് നടത്തിയാലോ? വേണ്ട, പുള്ളിക്കാരൻ ചെക്ക് വിളിച്ച് തകർത്തോണ്ടിരിക്കുക. തീർന്നില്ല. ഞാൻ വിചാരിച്ചു തീർന്നു. തീർക്കാനുള്ള ഭാവമാണ് കേട്ടോ. വെട്ടി, ഒരു വെട്ടും കൂടെ. ഓട്. ഈ തേര് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. ചെക്ക്. ചെക്ക്. ഇതെനിക്ക് ആളെ നേരത്തെ ഞാൻ വിചാരിച്ചത് വെട്ടിക്കളയാന്ന്. ഒരു ലൈഫ് കൊടുത്തതാ, അത് വനയായി. അല്ലെങ്കിൽ ഇപ്പം എന്നാലും മന്ത്രിയുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെക്ക് വാട്ടോ. ബ്ലണ്ടർ. വിടാതെ ചെക്ക് വിളിച്ചോണ്ടിരിക്കുക. തോപ്പിക്കുന്ന ഒറ്റ പ്രശ്നം. തോറ്റടാ, തോറ്റ്. അയ്യോ, ഇനി എന്തോ ചെയ്യും? മണ്ടൻ. ഇപ്പുറത്തോട്ട് നീക്കിയാൽ മതിയായിരുന്നു, തോറ്റേനെ. ഇപ്പം ഈ പൊസിഷൻ ആര് ജയിക്കുന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ പൊസിഷൻ അവർക്ക് തന്നെ ആയിരിക്കും. കമൻ്റൊന്നും ചെയ്യണ്ട. തോറ്റ്. നെക്സ്റ്റ് മൂവ് തോറ്റിരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റുകൾ ഇടുക. നിങ്ങളുടെ നല്ല കമൻറ്റുകൾ ഇടുക. പന്ന കമൻറ്റൊന്നും ഇടണ്ട കേട്ടോ. നല്ല കമൻറ്റ് ഇട്ടാൽ മതി. പിന്നെ ലൈക്കുകൾ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു. ഗുഡ് നൈറ്റ്.